സിറിയ വീണ്ടും അശാന്തം. പതിറ്റാണ്ടുകൾ നീണ്ട ഏകാധിപത്യത്തിന്റെ കൊടിയ പീഡനങ്ങളിൽ നിന്നും 14 വർഷത്തോളം നീണ്ട ആഭ്യന്തര യുദ്ധത്തിന്റെ കെടുതികളിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് സിറിയ വീണ്ടും കലാപഭൂമിയായത്. മതന്യൂനപക്ഷമായ ഡ്രൂസ് സായുധ സംഘങ്ങളും സുന്നി ഗോത്ര വിഭാഗമായ ബെദുയിനികളും തമ്മിൽ സുവൈദ പ്രവിശ്യയിൽ നടന്ന ഏറ്റുമുട്ടൽ രക്തരൂക്ഷിതമായി. സംഘർഷം അമർച്ച ചെയ്യാൻ പ്രവിശ്യയിൽ സിറിയൻ ഭരണകൂടം സൈന്യത്തെ വിന്യസിച്ചു. സുന്നി വിഭാഗക്കാരായ ഹയാത്ത് തഹ്രീർ അൽ ഷാം നിയന്ത്രിക്കുന്ന സർക്കാർ ന്യൂനപക്ഷമായ ഡ്രൂസുകളെ മാത്രം തിരഞ്ഞുപിടിച്ചു വധിക്കുന്നുവെന്നാരോപിച്ച് ഇസ്രായേൽ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ബോംബാക്രമണം നടത്തി. കലാപത്തിൽ 600ഓളം പേർ കൊല്ലപ്പെട്ടു. US, തുർക്കി, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾക്കും രാജ്യത്തിനുള്ളിലെ സായുധ വിഭാഗങ്ങൾക്കും വ്യത്യസ്ത താൽപര്യങ്ങളുള്ളപ്പോൾ സിറിയയിൽ സമാധാനം സ്വപ്നം മാത്രമാണ്. ആരാണ് ന്യൂനപക്ഷമായ ഡ്രൂസുകൾ? എന്തുകൊണ്ടാണ് ഇസ്രായേൽ അവരെ പിന്തുണയ്ക്കുന്നത്? അതിനെക്കുറിച്ച് അറിയാം ലോകം പോയ വാരത്തിലെ ആദ്യ വാർത്തയിലൂടെ. ഇസ്ലാം മതത്തിലെ വ്യത്യസ്ത ഗോത്ര വിഭാഗങ്ങളുടെ കുടിപ്പകയാണ് സിറിയയെ വീണ്ടും കലാപഭൂമിയാക്കിയത്. തെക്കൻ സിറിയയിലെ സുവൈദ പ്രവിശ്യയിലുണ്ടായ തട്ടിക്കൊണ്ടുപോകലും അതിനെ തുടർന്നുള്ള പ്രക്ഷോഭത്തിലും നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. മതന്യൂനപക്ഷമായ ദുറുസുകളുടെ നേതൃത്വത്തിലുള്ള സായുധ സംഘങ്ങളും സുന്നി ഗോത്രവിഭാഗമായ ബിദുനികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലാണ് ആഭ്യന്തര സംഘർഷത്തിൽ കൊണ്ടെത്തിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച സുവൈദയിലെ ഹൈവേയിൽ ന്യൂനപക്ഷമായ ദുറൂസ് വിഭാഗത്തിലെ കച്ചവടക്കാരനെ ബിദുനി ഗോത്ര സായുധ സംഘം തട്ടിക്കൊണ്ടുപോയതിനു പിന്നാലെയാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഹൈവേയിൽ ബിദുയിനികൾ സ്ഥാപിച്ച ചെക്ക് പോയിന്റിലായിരുന്നു സംഭവം. ബിദുനികൾ ദുറൂസ് വിഭാഗക്കാരെ തട്ടിക്കൊണ്ടുപോകുന്നത് പതിവാണിവിടെ. എന്നാൽ ഞായറാഴ്ച നടന്ന സംഭവത്തിന് പിന്നാലെ പ്രതികാര നടപടിയായി ബിദുനികളായ ചിലരെ ദുറൂസ് സായുധ വിഭാഗം തട്ടിക്കൊണ്ടുപോയി. ഇവരിൽ ചിലരെ പിന്നീട് മോചിപ്പിച്ചുവെങ്കിലും ബിദുനികൾ ന്യൂനപക്ഷമായ ദുറൂസുകൾക്കെതിരെ ആക്രമണം ശക്തമാക്കി. ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം കലാപമായി മാറിയതോടെ സുവൈദ പ്രവിശ്യയിൽ സൈന്യത്തെ സിറിയൻ സർക്കാർ വിന്യസിച്ചു. സൈന്യം ദുറൂസുകളെ മാത്രം തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചതോടെ കലാപമായി മാറുകയായിരുന്നു. 2 ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ സുന്നികളായ ബിദുനികളുടെ പക്ഷത്ത് സിറിയൻ ഭരണകൂടം ചേർന്നതോടെയാണ് ഇസ്രായേൽ സംഘർഷത്തിൽ ഇടപെട്ടത്. ദുറൂസുകളെ ആക്രമിച്ചാൽ അവരെ സംരക്ഷിക്കാനായി സിറിയയിലെ ആഭ്യന്തര സംഘർഷങ്ങളിൽ ഇടപെടുമെന്ന് ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. വിശ്വസ്ത ന്യൂനപക്ഷമായാണ് ദുറൂസുകളെ ഇസ്രായേൽ കാണുന്നത്. ദുറൂസുകൾക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ പേരിൽ ഡമാസ്കസിലെ സിറിയൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങൾ ഇസ്രായേൽ സേന ആക്രമിച്ചു. സിറിയൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രവേശന കവാടം ഇസ്രായേൽ സേന തകർത്തു. 5 സുരക്ഷാ സൈനികർ കൊല്ലപ്പെടുകയും 18ലേറെ പേർക്ക് പരിക്കേൽക്കുകയുമുണ്ടായി. സിറിയൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപവും ഇസ്രായേൽ ബോംബാക്രമണം നടന്നു. സുവൈദ പ്രവിശ്യയുടെ കൂടുതൽ ഉള്ളിലേക്ക് കടന്ന സിറിയൻ സൈന്യത്തിന്റെ യുദ്ധ ടാങ്കുകൾ ഇസ്രായേൽ തകർത്തു. ദുറൂസുകളുടെ സംരക്ഷണം തങ്ങളുടെ നയമാണെന്നും ഇസ്രായേലിനോട് ചേർന്ന അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് സിറിയൻ സൈന്യത്തെ പിൻവലിക്കണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടു. അതേസമയം ഇസ്രായേൽ സിറിയയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ പറഞ്ഞു. ദുറൂസ് പൗരന്മാരെ സംരക്ഷിക്കാനുള്ള ചുമതല തങ്ങൾക്കാണെന്നും ബാഹ്യ ഇടപെടലുകൾ ആവശ്യമില്ലെന്നും അൽ ഷാറ പറഞ്ഞു. സിറിയയ്ക്ക് യുദ്ധത്തെ ഭയമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതിനു പിന്നാലെ US പ്രശ്നത്തിൽ ഇടപെട്ടു. അതോടെ ആക്രമണത്തിൽ നിന്ന് താത്കാലികമായി പിൻവാങ്ങുന്നതായി ഇസ്രായേൽ അറിയിച്ചു. ദുറൂസ് ഗോത്ര സംഘടനാ നേതാക്കളുമായുള്ള വെടിനിർത്തൽ ധാരണ വന്നതോടെ പ്രവിശ്യയിൽ നിന്നും സിറിയൻ സൈന്യവും പിന്മാറി. US-ന് പുറമെ തുർക്കിയും അറബ് രാജ്യങ്ങളും മധ്യസ്ഥരായാണ് വെടിനിർത്തൽ ധാരണയായത്. ഇതുപ്രകാരം സുവൈദയിലെ ക്രമസമാധാനം നിലനിർത്താൻ ദുറൂസ് സംഘടനാ നേതാക്കളെയും ആത്മീയ നേതാക്കളെയും ചുമതലപ്പെടുത്തിയതായി സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ അറിയിച്ചു. എന്നാൽ ചില മേഖലകളിൽ ബിദുനികൾക്കെതിരെ ദുറൂസ് സായുധ വിഭാഗം പ്രതികാര നീക്കങ്ങൾ നടത്തുന്നതിനാൽ ജനങ്ങൾ വീടുപേക്ഷിച്ചു പോകുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ദുറൂസുകൾക്ക് നേരെയുള്ള ഏത് ആക്രമണവും ചെറുക്കുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. അതിനുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് ആക്രമണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മധ്യപൂർവേഷ്യയിൽ അറബി ഭാഷ സംസാരിക്കുന്ന വംശീയ ന്യൂനപക്ഷ വിഭാഗമാണ് ദുറൂസുകൾ. 10ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഈജിപ്തിലാണ് ഈ ഗോത്രവിഭാഗത്തിന്റെ തുടക്കം. ഷിയ ഇസ്ലാമിൽ നിന്ന് വേർപിരിഞ്ഞുണ്ടായ ഇസ്മായിലിസത്തിന്റെ ഉപശാഖയാണ് ദുറൂസികൾ. ഈജിപ്തിൽ നിന്ന് ദുറൂസി വിശ്വാസം കാലക്രമേണ ഇല്ലാതായെങ്കിലും മറ്റിടങ്ങളിലേക്ക് ആ മതവിശ്വാസം വ്യാപിച്ചിരുന്നു.
മറ്റ് ഇസ്ലാം വിഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായി ദുറൂസികൾ പുനർജന്മത്തിലും മറ്റും വിശ്വസിച്ചു പോരുന്നു. വിശ്വാസത്തിന്റെ പേരിൽ രഹസ്യാത്മകത സൂക്ഷിക്കുന്നവരാണ് ദുറൂസുകൾ. മതപരമായ ചടങ്ങുകളിൽ അവരുടെ വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും പ്രവേശനമില്ല. ചെറിയൊരു സംഘത്തിന് മാത്രമേ മതപരമായ കാര്യങ്ങളിൽ ഇടപെടാനും നിയന്ത്രിക്കാനും അധികാരമുള്ളൂ. മതഗ്രന്ഥങ്ങൾ എല്ലാവർക്കും പഠിക്കാനും അനുവാദമില്ല. മതപരിവർത്തനവും ദുറൂസുകൾ അനുവദിക്കില്ല. മറ്റ് വിഭാഗക്കാരുമായുള്ള വിവാഹബന്ധവും ഇവർക്കിടയിൽ അത്യപൂർവമാണ്. സിറിയ, ഇസ്രായേൽ, ലെബനൻ, ജോർദാൻ എന്നിവിടങ്ങളിൽ ദുറൂസ് ഗോത്ര വിഭാഗക്കാരുണ്ട്. 10 ലക്ഷത്തിലേറെ പേർ ഇവിടങ്ങളിലായി ഉണ്ടെന്നാണ് നിഗമനം. വടക്കൻ ലെബനനിലും തെക്കൻ സിറിയയിലുമാണ് ഇവരുടെ എണ്ണം കൂടുതൽ. സിറിയയിൽ 7 ലക്ഷത്തിലേറെ പേരുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 1,52,000-ഓളം ദുറൂസുകൾ ഇസ്രായേലിലുമുണ്ട്. സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകളിൽ ദുറൂസുകളെ ഇസ്രായേൽ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. 1.5 ലക്ഷത്തോളം ദുറൂസുകൾ ലെബനാനിലുമുണ്ട്. ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് സായുധ പരിശീലനം ദുറൂസ് ആയുധ വിഭാഗത്തിന് ലഭിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. 1963 സിറിയയിൽ സോഷ്യലിസ്റ്റ് ബാത്ത് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സൈനിക അട്ടിമറിക്ക് ദുറൂസ് ആയുധ വിഭാഗം പിന്തുണ നൽകിയിരുന്നു. ബാത്ത് പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ ദുറൂസ് വിഭാഗത്തിനും ആദ്യമായി മന്ത്രിസഭയിൽ പ്രവേശനം ലഭിച്ചു. ഷിയ വിഭാഗത്തിലെ ഉപവിഭാഗമായ അലവി വിഭാഗത്തിൽപ്പെട്ട അസദ് കുടുംബം കൈയടക്കി വെച്ചിരുന്ന ബാത്ത് പാർട്ടിയുടെ ഭരണത്തിൽ ദുറൂസുകൾ മതസ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ അനുഭവിച്ചിരുന്നു. അസദ് കുടുംബാധിപത്യത്തിൽ ദീർഘകാലം രാജ്യത്തെ സുന്നി ഭൂരിപക്ഷത്തെ അടിച്ചമർത്തുകയുണ്ടായി എന്ന് മാത്രമല്ല, അലവൈറ്റുകൾക്കും ദുറൂസുകൾക്കും കൂടുതൽ അധികാരങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം സുന്നി വിഭാഗക്കാരായ ഹയാത്ത് തഹ്രീർ അൽ-ഷാം അധികാരത്തിലെത്തിയതോടെ എല്ലാം തകിടം മറിഞ്ഞു. ഭീകരസംഘമായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പുകാർ ദുറൂസികളെ നിരന്തരം ആക്രമിച്ചു പോന്നു. നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി. ഭീകരവാദ സംഘടനകളിൽ നിന്ന് സംരക്ഷണം എന്ന ലക്ഷ്യത്തോടെയാണ് ദുറൂസികൾ സായുധ സംഘടനകൾക്ക് രൂപം കൊടുത്തത്. വംശീയവും മതപരവുമായ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് അൽഷറ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അസദിന്റെ പതനത്തിന് ശേഷം രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കനത്ത ആക്രമണങ്ങളാണ് നടന്നുവരുന്നത്. ഏപ്രിൽ-മെയ് മാസങ്ങളിലായി തലസ്ഥാനമായ ഡമാസ്കസിലും സുവൈദ പ്രവിശ്യയിലും ദുറൂസ് ഭൂരിപക്ഷ മേഖലയിലും സൈന്യവുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 100-ലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു. അന്ന് സൈന്യത്തോടൊപ്പം ചേർന്ന ദുറൂസുകൾക്കെതിരെ ആക്രമണം നടത്തിയവരാണ് സുന്നികളായ ബിദുയിനികൾ. മറ്റൊരു ഇസ്ലാമിക ന്യൂനപക്ഷ വിഭാഗമായ അലവികൾ എന്ന അലാവൈറ്റുകളെ ലക്ഷ്യമിട്ട് മാർച്ച് മാസത്തിൽ നടന്ന ആഭ്യന്തര കലാപത്തിൽ 2000-ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. സർക്കാരിൽ സുന്നി വിഭാഗത്തിന് അമിത അധികാരമുണ്ടായിരിക്കെ മറ്റ് വംശീയ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അമർച്ച ചെയ്തില്ലെങ്കിൽ സിറിയ സംഘർഷഭൂമിയായി വീണ്ടും മാറുമെന്ന ആശങ്കയാണ് ലോകത്തിന്.